ശരിയാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിരിക്കുന്ന പീഡന പരാതി ക്രൈംബ്രാഞ്ച് സ്വമേധയ കേസെടുക്കാനുള്ള നിയമം ഉണ്ട് എന്ന് പറയുമ്പോഴും അത് കേസെടുക്കാനുള്ള, അങ്ങനെ സ്വമേധയ കേസെടുക്കാനുള്ള ഒരു സാധ്യതയില്ല എന്നും മറ്റു നിയമവശങ്ങൾ അറിയാവുന്നവർ പറയുന്നുണ്ട്. അപ്പൊ ഇതില് ഈ കേസ് ശരിക്കും നമ്മൾ പറഞ്ഞ ഒരു ഫാബ്രിക്കേറ്റഡ് കേസാണോ എന്നൊരു സംശയം ആൾറെഡി ഉണ്ടാകുന്നുണ്ട്. കാര്യം ഗർഭിണിയായിരുന്നു എന്ന് പറയുന്ന യുവതി ഇപ്പൊ പറയുന്നു ഗർഭിണി അല്ല, അങ്ങനെയുള്ള വിഷയങ്ങളില്ല. ആർക്കും സ്വമേധയ വന്ന് കേസ് കൊടുക്കാനും വയ്യ. ഇത് ശരിക്കും ഒരു കുടുക്കലല്ലേ എന്നുള്ളത് നമുക്ക് സംശയം ഉണ്ടാവുന്നുണ്ട്. എന്താണ് ഇത് നമ്മൾ ഈ ഒരു വിഷയം തുടങ്ങിയപ്പോൾ മുതൽ തന്നെ നമ്മൾ പറയുന്നൊരു കാര്യമാണ്. അത് സാധാരണ ഒരു വിവേകം കൊണ്ട് ചിന്തിക്കുന്നവന് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അതെ, സാമാന്യ ബോധമുള്ളവന് മനസ്സിലാവുന്ന കാര്യമാണ്. ഇതിപ്പോ കുറെ സരിതമാരെയും സ്വപ്നമാരെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അങ്ങനത്തെ സംശയങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും വരാം. ഇപ്പോഴും നമ്മൾ എല്ലാ ചർച്ചകളിലും പറയുന്ന നമ്മുടെ സെയിം ഡയലോഗ് ഒന്നുകൂടി പറയട്ടെ, രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. പക്ഷെ ഇപ്പോൾ പുറത്തു വരുന്ന ചില കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് വ്യാഖ്യാനിക്കാൻ പറ്റുന്നത് ഇത് കൃത്യമായും ഒരു ഗൂഢാലോചനയാണ് എന്ന് തന്നെയാണ്. നമ്മളുടെ ആദ്യത്തെ നിഗമനം തന്നെയാണ് എന്നതിലേക്ക് വഴിവെക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങൾ. അതായത് നമ്മളിപ്പോൾ ചോദിക്കുകയാണ്, ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കേസെടുക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ കേസെടുക്കാൻ പറ്റില്ല എന്ന് നിയമവിദഗ്ധർ തന്നെ പറ്റില്ല എന്നുള്ളത്. അതെ, പക്ഷെ അവിടെ വേറൊരു ഈ ഒരു നിയമവശം നോക്കുകയാണെങ്കിൽ ഇപ്പൊ BNS-ലാണെങ്കിലും IPS-ലാണെങ്കിലും 0 FIR എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. 0 FIR എന്ന് പറയുന്ന ക്ലോസ് ഉണ്ട്. ആ ക്ലോസ് വെച്ചിട്ട് അങ്ങനെ ഒരു പരാതിക്കാരി ഇല്ലെങ്കിൽ പോലും കേസ് കൊടുക്കാം എന്നുള്ളൊരു 0 FIR എവിടെയോ അങ്ങനെ ഉണ്ട് എന്നുള്ളത് രാഹുലിന്റെ തന്നെ പഴയൊരു ചർച്ചയിൽ ഹാഷ്മിയോട് രാഹുലായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഒരു കോട്ടിങ് കണ്ടപ്പോഴാണ് ഞാനും 0 FIR-നെ പറ്റി നോക്കിയത്. അപ്പൊ അങ്ങനൊരു ചാൻസ് ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഒരു പരാതിക്കാരി ഇവിടെ ഈ കേസ് എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. നമ്മുടെ ഇപ്പോൾ നിയമവിദഗ്ധനായിട്ടുള്ള ആളുകൾ പറയുന്നുണ്ട് ഇതിനകത്ത് ഒരു കാരണവശാലും കേസെടുക്കാനുള്ള ഒരു വകുപ്പ് ഇതിനകത്ത് ഇല്ല എന്നുള്ളത് പറയുന്നുണ്ട്. പിന്നെ രാഹുലിനെതിരെയുള്ള കേസ് സത്യമാണോ കള്ളമാണോ എന്നുള്ള രീതിയിലേക്ക് ചർച്ചകൾ പോകുമ്പോൾ നമ്മൾ ആദ്യം അതിലെ ഏറ്റവും വീക്കായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചത്, അഥവാ ആദ്യം തന്നെ പൊളിഞ്ഞടങ്ങിയ ഒരു ആരോപണം എന്ന് പറയുന്നത് അവന്തികയുടേതായിരുന്നു, ട്രാൻസ് വുമൺ ആയിട്ടുള്ള. ആ കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തതാണ്. പിന്നെ നോക്കുമ്പോൾ ബാക്കി ഈ ആദ്യമായിട്ട് ആരോപണം ഉന്നയിക്കുന്നത് റിനി ആൻഡ് ജോർജ് ആണ്. പക്ഷെ ഈ റിനിയുടെ കേസിലാണെങ്കിലും റിനി തന്നെ പറയുന്നു റിനിക്ക് യാതൊരു വിധത്തിലുള്ള മോശം അനുഭവം വേറെ റിനി ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന മാധ്യമത്തിലെ റിപ്പോർട്ടർ ആയിരുന്നു എന്ന് റിനി തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ജേർണലിസ്റ്റ് ആയിരുന്നു. അപ്പൊ അവർ പറയുന്ന വാക്കുകൾക്ക് ഒരു ജേർണലിസ്റ്റിന്റേതായിട്ടുള്ള രീതിയിൽ അവർ കുറച്ച് രീതിയിൽ ആധികാരികമായിട്ടാണ് പറയുന്നതെങ്കിൽ പോലും റിനിക്ക് പറയുന്നു എനിക്ക് പരാതിയില്ല, ഞാൻ ബാക്കിയുള്ള പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, കേരളത്തിലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പോരാട്ടമാണെന്നാണ് പറയുന്നത്. ഇതേ പോരാട്ടം തന്നെയാണ് സരിതയും നടത്തിയത് എന്നുള്ളതാണ് എനിക്കും തോന്നുന്നത്. മീൻസ് സരിത പറഞ്ഞത് നുണയാണ് എന്ന് മനസ്സിലായതുപോലെ റിനിയുടെ ആരോപണങ്ങളിൽ സരിതയായിട്ട് റിനീനെ ഉപമിക്കുന്നവർക്കെതിരെ റിനി പറയുമ്പോൾ സരിത പറഞ്ഞതുപോലെയല്ല ഞാൻ പറഞ്ഞതിൽ കഴമ്പുണ്ട് എന്ന് തെളിയിക്കാൻ റിനി ഒരു മാധ്യമ പ്രവർത്തകയായിരുന്നു എന്ന് പറയുന്ന റിനിക്ക് എന്തെങ്കിലും ഒരു തെളിവ് കൂടി മുന്നിൽ വെച്ചിട്ട് ചെയ്യാനുള്ള ഒരു സാമാന്യ ബോധം കൂടി റിനി കാണിക്കണമായിരുന്നു. അതുപോലും ഇല്ലാണ്ടാണ് റിനി ഇത് പറഞ്ഞിട്ട് അവസാനം റിനി പറയുകയാണ് എനിക്ക് അനുഭവം ഉണ്ടായിട്ടില്ല, വേറൊരാൾക്കുണ്ടായി. ഉന്നയിക്കപ്പെടുന്ന ആളിനെ കുറിച്ചും പറയുന്നില്ല. ഒരു നേതാവ് ഹൂ കേസ് ആറ്റിറ്റ്യൂഡ് അത് മാത്രമാണ് പറയുന്നത്. ഒരു പേര് പറയാനുള്ള ധൈര്യം റിനി കാണിക്കുന്നില്ല. അപ്പോ അങ്ങനെ വരുമ്പോ പിന്നെ ഒരുപാട് നമ്മുടെ ഒരു പ്രമുഖ മാധ്യമം ഒരുപാട് വോയിസ് ക്ലിപ്പുകൾ ഡേ ബൈ ഡേ സെക്കൻഡ് ബൈ സെക്കൻഡ് എന്നുള്ള രീതിയിൽ പുറത്തു വിട്ടുകൊണ്ടിരുന്നു. അതിനൊക്കെ അതിൽ വരുന്ന വോയിസ് റെക്കോർഡ്സ് സത്യമാണ് എന്നുണ്ടെങ്കിൽ അതിൽ ഒരു പക്ഷെ വകുപ്പുണ്ടാവാം. പക്ഷെ അവിടെയും ഒരു പരാതിക്കാരി വേണ്ടേ ചേട്ടാ? ഇത് അതെ ഉറപ്പായിട്ടും ഒരു പരാതിക്കാരി വേണം. ഇപ്പൊ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ പോലീസിനെങ്കിലും പറയാൻ പറ്റണം അവിടെ ഏറെ ആരാണ്, നമ്മളോട് പറയണ്ട. ഇപ്പൊ ഏരയുടെ അല്ലെങ്കിൽ വിക്ടിമിന്റെ പേര് പറയണ്ട എന്നുള്ളൊരു ഇതുള്ളത് കൊണ്ട് തന്നെ പുറം ലോകത്തിന് അറിഞ്ഞില്ലെങ്കിലും പോലീസിനെങ്കിലും അറ്റ്ലീസ്റ്റ് അറിയാൻ പറ്റണം. പക്ഷെ ആർക്കും അറിയില്ല. ഇപ്പോ നമ്മൾ ഈ ഒരു വിഷയത്തിൽ അന്വേഷിച്ച് ചെല്ലുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഓരോരുത്തരും ഇപ്പോ UDF-നകത്ത് തന്നെ കോൺഗ്രസിനകത്ത് തന്നെ രാഹുലിനെതിരെ ശക്തമായിട്ട് ഒരുപാട് നേതാക്കളും വരുന്നുണ്ട്. അതിൽ സൈബർ വിങ്ങിൽ കൂടെ ഒരുപാട് ഇപ്പൊ സൈബർ മീഡിയയുടെ ഒരു സോഷ്യൽ മീഡിയയുടെ ഒരു കാലം കൂടി ആയതുകൊണ്ട് സൈബർ വിങ് പറയുന്നതിനെ കുറച്ചും കൂടി ഒരാളെ വിശ്വസിപ്പിക്കാനായിട്ട് സൈബർ വിങ്ങിന് പറ്റും. പക്ഷെ UDF-ന്റെ സൈബർ വിങ് ഇപ്പോഴും നോക്കുന്നത് രാഹുലിനെ താറടിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോ പുറത്ത് വരുന്ന ഒരു പുതിയ പേര് എന്ന് പറയുന്നത് താര ടോജോ അലക്സ് എന്ന് പറയുന്ന UDF-ന്റെ അതായത് യൂത്ത് കോൺഗ്രസിന്റെ
ഒരു നേതാവ് എന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ നേതാവായിട്ടുള്ള. പക്ഷെ അവരെ കൂടുതലും നമ്മൾ അറിഞ്ഞിട്ടുള്ളത് UDF-ന്റെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് എന്നുള്ള രീതിയിലല്ല, കൂടുതലും സൈബർ മീഡിയ വഴിയാണ് അവര് യൂത്ത് കോൺഗ്രസ് നേതാവാണ് എന്നുള്ളൊരു ബാനറിലേക്ക് അവർ വരുന്നത്. അവര് നേതാവ് തന്നെയാണ്, അല്ലാന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ സൈബർ ഇടങ്ങളിൽ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്ന ഒരു യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള ഈ പറയുന്ന താര ടോജോ അലക്സ്, അവര് കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. രാവണൻ എന്നാണ് അതില് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇവര് വിശേഷിപ്പിച്ചിട്ടുള്ളത്. എത്ര അലക്കി വെളുപ്പിച്ചാലും, എത്ര കഥകൾ പാടി പുകഴ്ത്തിയാലും, എത്ര മാരീച വേഷങ്ങൾ ഇറക്കി കാടിളക്കിയാലും രാവണൻ ക്രൂരനായ സ്ത്രീലമ്പടനാണ് എന്ന സത്യം രാമായണം വായിച്ചവർക്കും കേട്ടവർക്കും അറിയാം എന്നാണ് താര പറഞ്ഞത്. അതായത് എത്ര അലക്കി വെളുപ്പിക്കാൻ ശ്രമിച്ചാലും ഈ പറയുന്ന രാഹുൽ രാവണനാണ്, അതായത് സ്ത്രീലമ്പടനാണ് എന്ന് പരോക്ഷമായിട്ട് പറഞ്ഞു വെക്കുകയാണ് താര ചെയ്തത്. അപ്പൊ താരയെ പോലെ ഒരാള്, അതും UDF-ന്റെ സൈബർ വിങ്ങിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലൊരു കണ്ടിന്യൂസ്ലി കുറെ സാധനങ്ങള്, കുറെ സ്റ്റേറ്റ്മെന്റുകൾ അവര് ഇറക്കിയിട്ടുണ്ട്. അവര് കുറെ ഇതുപോലെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സ്ത്രീകളുടെയും പുരുഷന്മാരുടെ ആദർശങ്ങളും സ്വഭാവവും അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവര് രാഹുലിനെതിരെ സ്ഥിരമായിട്ട് രംഗത്ത് വരുന്നു. ഇപ്പോൾ പല നേതാക്കളും രാഹുലിനെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞെങ്കിൽ പോലും താര കൃത്യമായിട്ടും നോക്കുന്നത് രാഹുലിനെ താറടിക്കാനായിട്ട് കൃത്യമായിട്ടൊരു ശ്രമം നടത്തുന്നതുകൊണ്ടാണ് നമ്മൾ താരയുടെ പിറകെ ഒരു ഇതായിട്ട് അന്വേഷണം നടത്തിയത്. അപ്പൊ താര ഇപ്പോൾ അറിയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ രാഹുലിനെതിരെ പറയുന്നവര് നമ്മൾ ഓരോരുത്തരോടും ചോദിക്കുകയാണ്, ഈ പറയുന്ന ഓരോരുത്തരോടും. അപ്പോൾ ഓരോരുത്തരോടും ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എനിക്ക് അനുഭവമില്ല, പക്ഷെ രാഹുൽ അത്തരക്കാരനാണ്, താങ്കൾക്ക് അനുഭവം ഉണ്ടോ? ഇല്ല, എനിക്ക് അറിയാവുന്ന ഒരാൾക്ക് അനുഭവമുണ്ട്. അപ്പൊ നമ്മൾ ഡയറക്റ്റ് അവരോട് ചോദിക്കാൻ, ഇങ്ങനെ അനുഭവം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു, താങ്കൾക്കുണ്ടോ? എനിക്കല്ല അനുഭവം ഉള്ളത്, എൻ്റെ ഒരു ഫ്രണ്ടിനാണ്, എനിക്കില്ല. അപ്പോൾ അല്ല ഞങ്ങൾക്ക് ആർക്കും പരാതിയില്ല, പരാതിയായിട്ട് ഒരാൾ പോലും മുന്നോട്ട് വരാൻ തയ്യാറാവുന്നില്ല. എന്നിട്ടും താരയെ പോലെയുള്ളവർ പറയുന്നു രാഹുൽ രാവണനാണ് എന്ന്. അതിന്റെ സത്യാവസ്ഥ എന്താണെങ്കിലും നോക്കാം. പക്ഷെ ഇത് ഇപ്പൊ നമുക്ക് അറിയാൻ പറ്റുന്നിടത്തോളം കൃത്യമായും കുറച്ചൊരു മാസങ്ങൾ, കൃത്യമായും കുറെ നാളുകളായിട്ട് താര പല സുഹൃത്ത് ബന്ധങ്ങൾക്കിടയിലും അല്ലെങ്കിൽ അവരുടെ കോൺഗ്രസിനകത്ത് തന്നെ രാഹുൽ ഇത്തരക്കാരനാണ്, എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിന് അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ, നമ്മുടെ ദൃശ്യം സിനിമയിൽ നമ്മുടെ മോഹൻലാല് ധ്യാനത്തിന് പോയ കഥ പറഞ്ഞ് ഒരാളുടെ മൈൻഡിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ, ആ സാധനം കുറച്ച് മാസങ്ങളായിട്ട് താര ടോജോ അലക്സിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിനകത്ത് നടന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അതായത് പലരിലും ഇത് കേട്ട് ചേട്ടനോട് നമ്മളിങ്ങനെ ഇരുന്ന് പല തവണ നമ്മുടെ ഓഫീസിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒരാളെ പറ്റി ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ കുറെ കഴിയുമ്പോൾ എല്ലാവരും ഇത് കേട്ട് കഴിഞ്ഞു, കഥ എല്ലാവരും വിശ്വസിച്ച് കഴിഞ്ഞു. ആരാണ് ചോദിച്ചത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുഭവം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആർക്കും ഇല്ലാതാനും. പക്ഷെ ഇങ്ങനൊരു കഥയുള്ളത് കൊണ്ട് അത് സത്യമാണ് എന്നുള്ള രീതിയിലേക്ക് ആ കള്ളത്തിനെ സത്യമാക്കി നമ്മളവിടെ വെച്ച് കഴിഞ്ഞു. അപ്പൊ കൃത്യമായിട്ടും താര പലപ്പോഴായിട്ട് താര പറഞ്ഞു എന്നുള്ളതാണ് പല ആളുകളും പറയുന്നത്. താരയാണ് ഞങ്ങളോട് പറഞ്ഞത്. അപ്പോൾ വിശ്വസിക്കുകയാണ്. കൃത്യമായിട്ടും സൈബർ വിങ് ഹാൻഡിൽ ചെയ്യുന്ന ഒരാള് ഇങ്ങനെ പറയുമ്പോൾ പലരും വിശ്വസിക്കുകയാണ്. അപ്പൊ താര ടോജോ അലക്സ് എന്തിന് ഇങ്ങനെ ഒരു കഥ നേരത്തെ തന്നെ ഒരു ദൃശ്യം മോഡൽ ഒരു കഥ ഉണ്ടാക്കി എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അപ്പൊ ആ ചോദ്യം ഉയർന്നു വന്നിരുന്നതിനിടയിലാണ് ഈ കൂട്ടുകാർക്കിടയിൽ ഇരിക്കുന്ന ഒരു സമയത്ത് താരയ്ക്ക് ഒരു കോള് വരുന്നു. ഈ കോള് ചെയ്യുന്ന ആള് CPM-ന്റെ സൈബർ വിങ് ഹാൻഡിൽ ചെയ്യുന്ന പ്രവീൺ എന്ന് പറയുന്ന നേതാവാണ്, അതായത് സഖാവാണ്. അപ്പോൾ ഈ സഖാവ് പ്രവീണും താരയും തമ്മിൽ കുറേ നാളുകളായിട്ട് അടുത്ത ആത്മബന്ധമുണ്ട് എന്നുള്ളത് അറിയാൻ പറ്റുന്നു. ഒരു മോശം ബന്ധമല്ല ഞാൻ ഉദ്ദേശിച്ചത്, സൗഹൃദം ഉണ്ടാകുന്നുള്ളത്. അപ്പോൾ പ്രവീൺ കൃത്യമായിട്ടും ഇപ്പൊ രാഹുലിനെതിരെ ഈ CPM സൈബർ മീഡിയയെ ഏറ്റവും കൂടുതൽ രാഹുലിനെതിരെ തിരിച്ചുവിടുന്നതും ഇപ്പോൾ ഈ ഒരു സംഭവത്തിലെ ഏറ്റവും കൂടുതൽ ആഘോഷമാക്കി ഇതിനെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെയും പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയൊരു കൈ തന്നെയാണ് പ്രവീൺ എന്ന് പറയുന്നത്. അപ്പൊ ആ പ്രവീണും ഈ പറയുന്ന താരയും തമ്മിലുള്ള ഒരു ബന്ധം എത്രത്തോളം ആഴത്തിലുള്ളതാണ് എന്നുള്ളത് ഇവർക്ക് വരുന്ന കോളുകൾ കണ്ടിട്ടുള്ള സോഴ്സ് നമ്മൾ വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ പ്രവീൺ ആയിരിക്കാം ഒരു പക്ഷേ ഇതിന്റെ പിന്നിൽ താരയെ കൊണ്ട് ഇതുപോലെ ഒരു ദൃശ്യ മോഡൽ കഥ ഇത് മെനഞ്ഞതും കൃത്യമായിട്ടും പ്രവീൺ ആയിരിക്കാം എന്ന് നമുക്ക് അനുമാനിക്കാവുന്നതാണ് ശരിക്കും. പിന്നെ കൃത്യമായിട്ടും ഇവിടെ ഇത് കള്ളമാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഗർഭം വ്യാജമെന്ന് തന്നെ നമുക്ക് ഇപ്പോഴും വിശ്വസിക്കേണ്ടി വരും. ബിക്കോസ് ആരും ഇതുവരെ
ഒരു പക്ഷേ ഈ പറയുന്ന പെൺകുട്ടി ഇപ്പൊ ഗർഭിണി അല്ല എന്ന് പറയുന്നുണ്ടല്ലോ, പക്ഷെ ആ സമയത്ത് ബന്ധം ഉള്ളത് കൊണ്ട് ഒരു പെണ്ണ് പറയുകയാണ് ഞാൻ ഗർഭിണിയാണ്, ഒരു പക്ഷെ രാഹുലും ആ പെണ്ണും തമ്മിൽ ബന്ധം ഉള്ളത് കൊണ്ട് തന്നെ അവൾ വിശ്വസിച്ച് കാണും. അതെ, അത് അവള് അയാൾ ആ സമയത്ത് വിശ്വസിച്ച് കാണും, അപ്പൊ നടത്തിയ കോൺവെർസേഷൻ ആയിരിക്കാം അത്. പക്ഷെ അത് ഗർഭിണിയല്ല എന്ന് ആ കുട്ടി തന്നെ ഇപ്പൊ പറയുന്നു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അപ്പോ ഈ ഗർഭകഥ വ്യാജമാണ് എന്ന് തെളിയുന്നതിനൊപ്പം തന്നെ രാഹുലിനുള്ള പണി വന്നത് ഈ സൈബർ വിങ് സുന്ദരിയിലൂടെയാണ് എന്ന രീതിയിലും ഇപ്പൊ കുറച്ച് കഥകൾ പുറത്തു വരുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് വരും ദിവസങ്ങളിൽ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ കഴിയുമെന്ന് തന്നെ വിശ്വസിക്കാം.